ചരിത്ര വിജയത്തിന്റെ തിളക്കം ചോരാതെ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് മുന്നിലുള്ളത് അഗ്നിപരീക്ഷ. യോഗ്യരായ 3 നേതാക്കൾ മുഖ്യമന്ത്രിക്ക് കസേരയ്ക്ക് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെ കൊള്ളണം, ആരെ തള്ളണം? എരുതിയിൽ എണ്ണയൊഴിച്ച് 3 നേതാക്കൾക്കായി സാമുദായിക നേതാക്കളും സജീവം. എംഎൽഎമാരിൽ മഹാഭൂരിപക്ഷവും എംപിമാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിന്റെ കൂടെയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ് ഇല്ലെന്ന് പറഞ്ഞില്ല. വി.ഡി. സതീശൻ ചില പ്രവചനങ്ങളൊക്കെ നടത്തി, അതൊക്കെ നടന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായും UDF ചെയർമാനായും തിളക്കമാർന്ന വിജയത്തിലേക്ക് മുന്നിൽ നിന്ന് പട നയിച്ചതാണ് വി.ഡി. സതീശന്റെ അർഹതയുടെ ആണിക്കല്ല്. പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഘടകകക്ഷികളുടെയും തുറന്ന പിന്തുണയാണ് സതീശന്റെ സാധ്യതകൾ. MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ലാത്തതും യോഗ്യരിൽ ഏറ്റവും ജൂനിയറാണെന്നതും മന്ത്രിയായിട്ടില്ലെന്നതുമാണ് തിരിച്ചടികൾ. വി.ഡി. സതീശന് മഞ്ചേശ്വരದಿಂದ പാറശാല വരെ അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ UDF-നെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. പരിചയസമ്പത്തും NSSന്റെ പിന്തുണയുമാണ് രമേശ് ചെന്നിത്തലയുടെ കരുത്ത്. 2011-ൽ ഉമ്മൻചാണ്ടിക്കായി മുഖ്യമന്ത്രി സ്ഥാനവും 2021-ൽ സതീശനായി പ്രതിപക്ഷ സ്ഥാനവും വിട്ടുനൽകിയ ത്യാഗവും തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവായിരിക്കെ വിജയം നേടാനാകാത്തതും MLA-മാരുടെ പിന്തുണയില്ലാത്തതുമാണ് സാധ്യതകൾക്ക് മങ്ങൽ വീഴ്ത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. MLA-മാർക്കിടയിലെ മൃഗീയ ഭൂരിപക്ഷമാണ് KC വേണുഗോപാലിന്റെ കരുത്ത്. ഹൈക്കമാൻഡിലെ നിർണായക സ്വാധീനവും ദേശീയ നേതാവെന്ന പ്രതിച്ഛായയും മാറ്റുരയ്ക്കലിൽ മേൽക്കൈ നൽകുന്നു. എന്നാൽ MLA അല്ലാത്തതും MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിന് ശേഷം ഒരു MP മുഖ്യമന്ത്രിയാകുന്നതിലെ പൊരുത്തക്കേടും സാധ്യതയിൽ നിഴൽ വീഴ്ത്തുന്ന ഘടകങ്ങളാണ്. നമ്മൾ വിസ്മയങ്ങൾ എന്ന് പറയുമ്പോൾ ആ വിസ്മയങ്ങൾ തീർച്ചയായിട്ടും ശ്രീ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിൽ വിജയരേഖ ആര് തൊടും?